بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب فضل من علم وعلم. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ ബാബുകളിലായി ഇൽമിനെ പഠിക്കുന്നതിനെ സംബന്ധിച്ചും അത് പഠിക്കാനുള്ള ത്യാഗങ്ങൾ സഹിച്ച ധാരാളം സംഭവങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് അത് പഠിച്ചുണ്ടാക്കിയത് കൊണ്ട് എന്താണ് അതിൻ്റെ ഗുണം എന്നത് വിശദീകരിക്കുകയാണ്. ബാബു ഫളിലി മൻ അലിമ വഅല്ലമ. അവൻ പണ്ഡിതനാവുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർക്കുള്ള ഫളുല്, പ്രത്യേകത, പോരിഷ പറയുന്ന ബാബാണ്. ഇവിടുത്തെ ഫളുലിനർത്ഥം പോരിഷ എന്ന. വബിഹി ഖാലൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു حدثنا محمد بن العلاء قال حدثنا حماد بن أسامة عن بريد بن عبد الله عن أبي بردة عن أبي موسى رضي الله عنه وعنهم عن النبي صلى الله عليه وسلم أنه قال مثل ما بعثني الله به من الهدى والعلم كمثل الغيث الكثير أصاب أرضا فكان منها نقية قبلت الماء فأنبتت الكلأ والعشب الكثير وكانت منها أجادب أمسكت الماء فنفع الله بها الناس فشربوا وسقوا وزرعوا وأصابت منها طائفة أخرى إنما هي قيعان لا تمسك ماء ولا تنبت كلأ فذلك مثل من فقه في دين الله ونفعه ما بعثني الله تعالى به فعلم وعلم ومثل من لم يرفع بذلك رأسا ولم يقبل هدى الله الذي أرسلت به. قال أبو عبد الله قال إسحاق وكان منها طائفة كيلت الماء كاع يعلوه الماء والصفصف المستوي من الأرض. حدثنا محمد بن العلاء. ഈ സനദിൽ 5 മഹാന്മാരെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മുഹമ്മദ് ബിനുൽ അലാ എന്ന മഹാൻ. അലാ അവരെ ഇബ്നു ഖുറൈബിൻ അൽ ഹമദാനിയോ ബിസുക്കൂനിൽ മീമി വദ്ദാലിൽ മുഹ്മല ബിസുക്കൂനിൽ മീമി ഹംദാനിയോ, ഹമദാനി അല്ല ഹംദാനിയോ. ഒരു അബീ ഖുറൈബ് എന്ന പേരിലാണ് അറിയപ്പെടല്. ഖുറൈബിൻ്റെ തഫ്സീറായിട്ട് അബൂ ഖുറൈബ്. മുഹമ്മദ് ബിൻ അലാ എന്നതിനേക്കാളും അവരെ മഹത്വമുള്ളത്, അവരറിയപ്പെടൽ അബൂ ഖുറൈബ് എന്ന പേരിലാകുന്നു. അവരെ തൊട്ട് ധാരാളം മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിഹാവുസിത്തൻ്റെ മഹത്വക്കൾക്ക് തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അധികം മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ ഹദീസ് പറയാൻ അനുയോജ്യരാണ്. അവർ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. അവർക്ക് കൂഫയിൽ 3 ലക്ഷം ഹദീസ് ഉണ്ടായിരുന്നു. 3 ലക്ഷം ഹദീസ്. അവരുടെ ഹദീസുകൾ അവർ വഫാത്താകുന്നത് 248 രണ്ടാമത് അബൂ ഉസാമ എന്നവരാണ്. ഹമ്മാദ് ബിൻ ഉസാമത്ത് ബിൻ സെയ്ദ് അൽ ഹാഷിമിയോ അൽ ഖുറശിയോ അൽ കൂഫിയോ മൗലൽ ഹസൻ ബിൻ അലിയിൻ ഔ ഗൈരിഹി വസൂറത്തു ബികുന്യത്തി അക്തറു. അവരും അബൂ ഉസാമ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടല്. അബൂ ഉസാമ, അവരുടെ പേര് ഹമ്മാദ് ബിൻ ഉസാമ.
ബുറൈദ് എന്ന ശിഷ്യനാണ്. അതുപോലെ ധാരാളം ആളുകളുണ്ട്. ഹിശാം ബിൻ ഉർവൻ്റെ കാര്യമായ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. ഹിശാം ബിൻ ഉർവയെ തൊട്ട് മാത്രം 600 ഹദീസ് ഈ മഹാനായ നമ്മുടെ ഹമ്മാദ് ബിൻ ഉസാമ എന്ന മഹാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അബൂ ഉസാമയെ തൊട്ട് ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള മഹത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരും ഹാഫിദീങ്ങൾ അടുക്കൽ സദൂക്കാണ്, സബത്താണ്, ഹാഫിളാണ്, ഹുജ്ജത്താണ്. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ വിരൽ കൊണ്ട് 1,00,000 ഹദീസ് എഴുതിയിട്ടുണ്ട്. എൻ്റെ കൈ കൊണ്ട് ഞാൻ 1,00,000 ഹദീസ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വഫാത്താകുന്നത് ഹിജ്റ 201 അന്ന് മഹാനവർക്ക് 80 വയസ്സാണ്. പിന്നെ ഈ ഹദീസിലുള്ളത് ബുറൈദ് എന്നവരാണ്. ബിളമ്മിൽ ബായിൽ മുവഹദ വ ഫത്ഹിർ റായി സുകൂനിൽ യായി, ബുറൈദ് എന്നാണ് വായിക്കുക. ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അബീ ബുർദത്ത് ഇബ്നു അബീ മൂസൽ അശ്അരി, അബൂ മൂസൽ അശ്അരിയുടെ മകൻ്റെ മകനാണ്. അവരുടെ ഉസ്താദായി വരുന്നത് അബൂ ബുർദയാണ്. ബിളമ്മിൽ ബായിൽ മുവഹദ വ സുകൂനിർ റായി, അബൂ ബുർദ ആമിർ ബിൻ അബീ മൂസൽ അശ്അരി തഖദ്ദമ, അവരെ സംബന്ധിച്ച് മുമ്പ് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. 5ാമത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള മഹാന്മാരാണ് ഇതിലുള്ള റാവികൾ. അതിൽ 1ാമത്തെ റാവിയായ മുഹമ്മദ് ബിൻ അലാ എന്നുള്ളവർ 3,00,000 ഹദീസ് റിപ്പോർട്ട് ചെയ്തവരും അവർ വഫാത്താവുമ്പോൾ പ്രത്യേക വസിയത്ത് ചെയ്തിരിക്കുകയായിരുന്നു, എൻ്റെ കിതാബുകൾ മുഴുവനും ഞാൻ മരിച്ചാൽ കുഴിച്ചു മൂടണമെന്ന്. മഹാന്മാർ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ചെയ്തത്? കാരണം ഒരു ഉസ്താദ് ഒരാളുടെ മുഹദ്ദീസ് ഹദീസ് കേട്ടത് മുഴുവനും എഴുതി വെക്കും. അതിൽ സഹീഹും ഉണ്ടാകും, സഹീഹ് അല്ലാത്തതും ഉണ്ടാകും. അതെല്ലാം വേർതിരിച്ച് എഴുതപ്പെടാത്തത് കൊണ്ടിട്ട് ഇന്നത് സഹിയാണ്, ഇന്നത് സഹിയല്ല എഴുതപ്പെടാത്തത് കാരണമായി ആരെങ്കിലും എന്തെങ്കിലും ലൈഫ് എടുത്തതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമോ എന്ന് ഭയപ്പെട്ടതിൻ്റെ പേരിലാണ് മഹാനവറുകൾ കുഴിച്ചു മൂടാൻ പറഞ്ഞത്. അങ്ങനെ പല മഹാന്മാരും കുഴിച്ചു മൂടാൻ പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് ചരിത്രം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മസലു മാ ബഅസനി അല്ലാഹു ബിഹി, അല്ലാഹ് മസലു മാ ഒന്നിനിക്കുള്ള അത്ഭുതകരമായ സ്വഭാവം. ഞങ്ങളൊന്നാണ് ബഅസനി എന്നെ അയച്ചിരിക്കുന്നു, അല്ലാഹു തആല ബിഹി ആ ഒന്നുകൊണ്ട്. അള്ളാഹ് എന്നെ അയച്ച ഒന്നെന്തിനാൽ? മിനൽ ഹുദാ ഹുദനാലും വൽ ഇൽമി ഇൽമിനാലും. എന്നെ അയച്ചത് പ്രവാചകന്മാർ അള്ളാഹു അയക്കണത് അതിനാണ്, ഹുദ കൊണ്ടും ഇൽമും. അതിനേക്കുള്ള അത്ഭുതകരമായ സ്വഭാവം കമസലിൽ ഗൈസി, ശക്തമായ മഴയുടെ മഴ പോലെയാണ്. നല്ല മഴ പോലെയാണ്, മഴയുടെ സ്വഭാവം പോലെയാണ്. ഇവിടെ മസല് പറഞ്ഞാൽ പഴഞ്ചൊല്ലി എന്ന അർത്ഥത്തിലുള്ള മസലല്ല, അത്ഭുതകരമായ സ്വഭാവം എന്നർത്ഥം. അപ്പോൾ പരിശുദ്ധമായ ഇൽമ്, പരിശുദ്ധമായ വഹി, പരിശുദ്ധമായ ഹിദായത്ത്, അതും അതിനൊരു അത്ഭുതകരമായ ഒരു ഉപമ, ഒരു സിഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആരമായിരി കമസലിൽ ഗൈസി, ഒരു നല്ല മഴ പോലെയാണ്. ഗൈസർ ശക്തമായ മഴ, നല്ല മഴ. എങ്ങനെയുള്ള മഴയാണ്? അൽ കസീരി, അതിധാരാളമായ നല്ല മഴ. അസ്വാബ, ആ മഴ പിടിപെട്ടു അർളൻ, ഒരു ഭൂമിക്ക്. ഈ മഴ വർഷിക്കുന്ന ഭൂമി 3 തരമുണ്ട്. ഫകാന മിൻഹ, ആ ഭൂമിയിൽപ്പെട്ടതായിരുന്നു നഖിയ്യത്തുൻ, നല്ല കിളർപ്പുള്ള ഭൂമി, കിളർന്ന ഭൂമി. അതങ്ങനെ മണ്ണാണ്, നല്ല വേര് ഊന്നിപ്പോകും, വെള്ളം അതിലേക്കാണ്ട് പറ്റിയാൽ അത് വെള്ളം ഉള്ളിലേക്ക് താഴ്ന്നു പോകും. അങ്ങനെയുള്ള കിളർപ്പുള്ള നല്ല പാകതയുള്ള കൃഷിക്ക് അനുയോജ്യമായ ഭൂമി. കപിലത്തിൽ ആ ഭൂമി വെള്ളത്തെ സ്വീകരിച്ചു. അമ്പത്തത്തിൽ കല വൽ ഉഷ്ബൽ കഥീർ, അത് ധാരാളം പുല്ല് പുഷ്പങ്ങളെ മുളപ്പിക്കുകയും ചെയ്തു.
വക്കാനത്ത് മിൻഹ അജാദിബു. അപ്പോൾ ഒന്നതാ നല്ല കിളർപ്പുള്ള ഭൂമി. ആ ഭൂമിയിലേക്ക് മഴ വർഷിച്ചു. മഴ വർഷിച്ചപ്പോൾ ആ ഭൂമി വെള്ളത്തെ കുടിച്ചു. വെള്ളം അത് കുടിച്ചു. അതിൽ നിന്ന് ജനങ്ങൾക്ക്, ലോകത്തിനിക്ക്, നാക്കാലികൾക്ക്, മനുഷ്യർക്ക്, എല്ലാത്തവർക്കും ഉപകാരമുള്ളതായ പല ജാതി പുല്ലുകളെയും ചെടികളെയും പുറപ്പെടുവിച്ചു. എന്ന് പറഞ്ഞാൽ പുല്ലുകൾ, മറ്റേ ചെടികൾ. അപ്പോൾ പുല്ല് ചെടികളെ അതിൽ നിന്ന് അത് പുറപ്പെടുവിച്ചു. വക്കാനത്ത് മിൻഹ, അങ്ങനെ ഉള്ള ഒരു ഭൂമി, ലോകത്തിനിക്ക് മുഴുവനും ഉപകാരപ്രദമായ ഭൂമി. വക്കാനത്ത് മിൻഹ, ആ ഭൂമിയിൽപ്പെട്ടതായിരുന്നു അജാദിബു, അജാദിബായ ഭൂമി. അജാദിബ് പറഞ്ഞാൽ കുണ്ടായ ഭൂമി, വെള്ളം താഴ്ന്നു പോവാത്ത. നമ്മളെ പ്രദേശത്തിലും പറയും ചിന എന്ന് പറയും. ചെനകൾ മഴ പെയ്താൽ വെള്ളം അതിൽ ഉറച്ചു നിൽക്കും, വെള്ളം നിറച്ച് നിൽക്കും. വെള്ളത്തെ അത് പിടിച്ചു നിൽക്കും, പക്ഷെ കീപ്പോട്ട് താകൂല, ഒന്നും മുളക്കൂല. പാറപ്പുറാണ്, പക്ഷേ കുണ്ടായ പാറയാണ്. അംസകത്തിൽ അത് വെള്ളത്തെ തടഞ്ഞു വെച്ചു. അല്ലാഹു തആല ഉപകാരം ചെയ്തു ബിഹ, ആ വെള്ളം കൊണ്ട് അന്നാസ, ജനങ്ങൾക്ക്. ഫശരിബു, ജനങ്ങൾ അതിനെ കുടിച്ചു. വസഖൗ, അവരതിനെ കുടിപ്പിക്കുകയും ചെയ്തു. വസറഉ, അവർ കൃഷി ചെയ്യുകയും ചെയ്തു. അങ്ങനെ കൃഷിക്ക്, ജനങ്ങൾക്ക്, ഭക്ഷണത്തിനെല്ലാം അത് ഉപകാരമാണ്. നാക്കാലികൾക്ക് ഉപകാരമാണ്, എല്ലാവർക്കും ഉപകാരമാണ്. പക്ഷേ അത് നിൽക്കുന്ന സ്ഥലത്തിലേക്ക് യാതൊരു കാര്യമില്ല. വാസ്വാബത്ത്, ആ മഴ പിടിപെട്ടു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന് ത്വായിഫത്തൻ ഉഖ്റ, മൂന്നാമത്തെ ഒരു വിഭാഗം ഭൂമിക്ക്. ഇന്നമാഹിയ, ആ മൂന്നാം തരം ഭൂമി കീആനുൻ, അത് പാറപ്പുറമാണ്. ലാ തുംസിക്കു, അത് പിടിച്ചു വെക്കൂല. മാഅൻ, വെള്ളത്തെ. വലാ തുംബിത്തു, അത് മുളപ്പിക്കുകയുമില്ല. കലഅൻ, പുല്ല് പുഷ്പങ്ങളെ. ഒന്നിനും മുളപ്പിക്കൂല. തനി മിനുസമുള്ള നിരന്ന പാറ. വെള്ളം അതിലേക്കാണ്, മഴ അതിലേക്കാണ് പെയ്താൽ അതിൻ്റെ മുകളിൽ കൂടെ ഒലിച്ചങ്ങനെ പോകും. ഒരു തുള്ളി പോകും, കീപ്പെട്ട് ഇറങ്ങുകയുമില്ല. അതിൻ്റെ മുകളിലൊന്നും മുളക്കില്ല. ഏറെ പാടുകളുള്ള ഉപദ്രവം എന്താ, അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നവർക്ക് വഴുതി വീട് പോകും. ഇതല്ലാതെ അതുകൊണ്ട് വേറൊരു ഉപകാരം ആ വെള്ളം കൊണ്ടുണ്ടായില്ല. ഫദാലിക, ഈ പറഞ്ഞ ഉപമ, മൂന്ന് കാര്യമാണ്, മൂന്ന് സൈസ് ഭൂമി. ഈ പറഞ്ഞത് മസലുമൻ, ഒരുത്തനിക്കുള്ള ഉദാഹരണമാണ്. ഫഖുഹ ഫീ ദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ പഠിച്ചുയർന്നു. വനഫഅഹു, അവനിക്ക് ആ ഉപകാരപ്പെട്ടു. മാ ബഅസനില്ലാഹു തആലാ ബിഹി, എന്നെ അള്ളാഹു എന്തുകൊണ്ടയച്ചോ അത് അവനിക്ക് ഉപകാരം ചെയ്തു. ഫഅലിമ, അങ്ങനെ അവൻ അറിഞ്ഞു. വഅല്ലമ, അവൻ അതിനെ പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അതാ ഒന്നാമത്തെ വിഭാഗം. അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നൽകി. ആ ഇൽമിനെ അവൻ പഠിച്ചു, അവനതിനെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവനിക്കതുകൊണ്ട് ധാരാളം ഉപകാരം കിട്ടി. അതുകൊണ്ട് ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും അവൻ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരെയും സത്യത്തിൻ്റെ പാന്താവ് അവൻ കാണിച്ചു കൊടുത്തു. അങ്ങനെയൊരു വിഭാഗം. അതിൽ തന്നെ ഉണ്ട് മറ്റൊരു വിഭാഗവും കൂടി. ഏതാണ് ആ വിഭാഗം? അവനിക്ക് ഇൽമു അല്ലാഹു നൽകി. ആ നൽകിയ ഇൽമ് അവൻ പഠിച്ചു, നല്ലോണം പഠിച്ചു. ഏത് ചോദിച്ചാലും ഓന് കിട്ടും. വയലിന് വിളിച്ചാൽ ഓൻ വയല് തന്നെ കൊടുക്കും. ഓൻ അതുകൊണ്ട് അമൽ ചെയ്യൂല. അങ്ങനെയുള്ള വിഭാഗം. അതാ രണ്ടാം വിഭാഗത്തിൽ പെട്ടത്. മറ്റേ ഈ ചെന, അജാദിബ് എന്ന് പറഞ്ഞ ചെന വർഗത്തിൽപ്പെട്ടത്. അവൻ 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 ആ വെള്ളത്തെ ആ ഭൂമി വെള്ളത്തെ പിടിച്ച് വെച്ചു. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട്, ഓനക്കൊരു ഉപകാരമില്ല. ഓൻ അത് തീരെ ഉപയോഗിക്കണില്ല. അങ്ങനെയുള്ള ആളുകൾ. മൂന്നാമത്തതോ മാസലുമൻ, ഒരുത്തൻ്റെ ഉപമയുമാണ്. ലം യർഫ, അവൻ ഉയർത്തില്ല. ബിദാലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അയച്ചതായ ഇൽമ കൊണ്ടിട്ട് ഇൽമിലേക്ക് അവൻ ഉയർത്തിയില്ല. തലയെ തീരെ ഉയർത്തിയില്ല, ശ്രദ്ധിച്ചു തന്നില്ല.
വലം യഖ്ബൽ അവൻ സ്വീകരിച്ചില്ല അല്ലാഹുവിൻ്റെ ഹുദയെ അവൻ സ്വീകരിച്ചില്ല. അല്ലദീ എങ്ങനെയുള്ള ഹുദയാണ് ഉർസിൽതു എന്നയക്കപ്പെട്ടിരിക്കുന്നു ബിഹി ആ ഹുദ കൊണ്ട്. അങ്ങനെ എന്നയക്കപ്പെട്ടതായ ഹുദയെ അവൻ സ്വീകരിച്ചതില്ല, അതിനെപ്പറ്റി അവൻ തല പൊന്തിച്ചതേ ഇല്ല. അവൻ വയലുകൾ അവൻ കേട്ടിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനെ പറ്റി അവൻ കേട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരക്ഷരം പോലും ഓരോ പഠിക്കാൻ തയ്യാറായില്ല, അതിലേക്ക് അവൻ ചിന്തിച്ചതേ ഇല്ല. ഓനക്ക് അറിയോ അറിയില്ല. അള്ളാഹിനെ പറ്റി അറിയോ, അള്ളാഹിനെ പറ്റി അവൻ കേട്ടിട്ടുണ്ട്. റസൂലിനെ പറ്റി അറിയോ, ഓൻ കേട്ടിട്ടുണ്ട്. ഓൻ മുസ്ലിമായി ജനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമിയോട് ജീവിച്ചിട്ടുണ്ട്. ഒന്ന് പത്രത്തിൻ്റെ അയൽക്കാരനല്ല, ഒരു ബോധമില്ലാത്തവനല്ല. ദീനിനെ പറ്റി അവൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, സത്യമുണ്ട്. ഖുർആൻ്റെ ഇജാസിനെ പറ്റി അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് തീരെ തിരിഞ്ഞു നോക്കിയില്ല. അതാണ് മൂന്നാമത്തെ വിഭാഗം, കരുമ്പാറപ്പുറത്തുമായ വൈദമാതിരി. എന്താ, ആ പാറക്കും അതുകൊണ്ട് ഉപകാരം കിട്ടിയില്ല, തുള്ളി വെള്ളം അത് പിടിച്ചു വെച്ചിട്ട് ഒരാൾക്ക് ഉപകാരപ്പെട്ടില്ല. അതിന് മുകളിൽ കൂടെ നടക്കുന്നവർക്ക് വെഴുതുക എന്നല്ലാതെ ഉപദ്രവമല്ലാതെ ഓരോ ഉപകാരവുമായി ഉണ്ടായില്ല. വേറെ മറ്റുള്ള സ്ഥലത്തേക്ക് ഇതിൽ പെയ്യുന്ന മഴകൾ ഒലിച്ചു പോയതിൻ്റെ പേരിൽ അവിടെയും ശക്തമായ വെള്ളത്തിൻ്റെ ഗതികേടുകളും വെള്ളപ്പൊക്കങ്ങളും വരിയൊലിക്കലുകളും ഉണ്ടായി എന്നല്ലാതെ ഉപകാരം ഒരാൾക്കുമില്ല. ഈ രൂപത്തിലാണ് മനുഷ്യന്മാരെ അള്ളാഹു തആല പഠിച്ചിട്ടുള്ളത്. ബന്ധു മനസ്സിലായി. പരിശുദ്ധ ഇൽമിൻ്റെ പ്രത്യേകത എന്താ? മഴൻ്റെ പ്രത്യേകത എന്താണോ അതന്നെ. ലോകത്ത് മഴ വർഷിക്കാതിരുന്നാൽ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും ദാഹിച്ച് തുള്ളി വെള്ളം കിട്ടാതെ ജനങ്ങളും ചെടികൾ, സസ്യങ്ങൾ, ജീവജാലങ്ങൾ മുഴുവനും നശിച്ചു പോകും എന്ന മാതിരി ലോകത്ത് അല്ലാഹു തആലാന്റെ ഇൽമ് ഇവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ ലോകത്ത് ഒരാൾക്കും നിലനിൽപ്പുണ്ടാവില്ല. നിലനിൽപ്പ് വേണോ, ഇൽമ് വേണം. അതാ ഇൽമിൻ്റെ പ്രത്യേകത. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഇൽമിൻ്റെ മേലാണ്. قال أبو عبد الله قال إسحاق. അബൂ അബ്ദില്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയാണ്. ബുഖാരിനെ പറ്റി ബുഖാരിനെ പറയാണ്, അബൂ അബ്ദില്ലയായ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ മാതിരി, കലാ മുഹമ്മദ് എന്ന് പറഞ്ഞ മാതിരി അബൂ അബ്ദില്ലാഹി പറഞ്ഞു, കാല ഇസ്ഹാഖു, എൻ്റെ ഉസ്താദായ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന മഹാൻ പറഞ്ഞു, വകാന മിൻഹ, ആ ഭൂമിയിൽപ്പെട്ടതായിരുന്നു, ത്വായിഫത്തുൻ, ഒരു വിഭാഗം, കയ്യലത്തിൽ മാ, എങ്ങനെയുള്ള ഭൂമിയാണ്? കയ്യലത്തിൽ മാ, അത് വെള്ളത്തെ ഊറ്റിക്കുടിച്ചു. കയ്യല. കപിലത്തിൽ മാ എന്ന മറ്റുള്ള റിവായത്തിലെല്ലാം ഉള്ളത്. അവിടെ റിവായത്താണ് കയ്യലത്തിൽ മാ. ആ റിവായത്താണെങ്കിൽ അത് ശരിയുമാണ്. ചില ആളുകൾ റിവായത്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞോളുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തോടെ പത്തുൽ ബാരി നോക്കി മനസ്സിലാവും കയ്യലത്തിൽ മാ എന്ന് പറയുന്നത് അർത്ഥമുണ്ട് എന്നുള്ളത്. പിന്നെ അതാണ് തീർന്നു. അപ്പോൾ ഇമാം ബുഖാരിക്ക് ധാരാളം ഉസ്താദന്മാരുള്ളതാണ്. ഈ ഹദീസിൽ ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്ത് മുഹമ്മദ് ബിൻ അലായി എന്നവരെ തൊട്ടാണ്. എന്നാൽ ഇമാം ബുഖാരിയുടെ ഒരു ഹദീസാണ്, ഒരു ഉസ്താദാണ് അബൂ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന് പറയുന്ന മഹാൻ. ഈ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന് പറയുന്നത് വലിയ പണ്ഡിതനാണ്, സ്വയം മദ്ഹബുള്ള ആളാണ്. അവരുടെ പിതാവിന് മക്കയിലേക്കുള്ള വഴിയിൽ വെച്ച് ജനിച്ചത് കൊണ്ടാണ് അവരെ സംബന്ധിച്ച് റാഹവൈഹി എന്ന് പറഞ്ഞത്. റാഹവൈഹി എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ച് പ്രസവിച്ച വെക്കപ്പെട്ട കുട്ടീത, അതാണ് റാഹവൈഹി. അവരുടെ മകനായതുകൊണ്ടാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന് പറയുന്നത്. ലോകത്ത് എണ്ണപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന 3 ഇസ്ഹാഖുമാരുണ്ട്. ആ 3 ഇസ്ഹാഖുമാരിൽ വെച്ച് ഇമാം ബുഖാരി സ്വന്തം ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ ആ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ആകുന്നു. അതെല്ലാം പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ ധാരാളം ഇസ്ഹാഖുമാരുണ്ടെങ്കിലും ആ ഇസ്ഹാഖുമാരിൽ വെച്ച് ഏറ്റവും പ്രധാനിയായ ഇസ്ഹാഖ് അത് ഇസ്ഹാഖ് ബിൻ റാഹവൈയാണ്. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം നസർ അസ്സഅദി അൽ ബുഖാരി, അങ്ങനെയുള്ളൊരു ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം. വേറെ ഇസ്ഹാഖാണ് ഇസ്ഹാഖ് ബിൻ മൻസൂർ റളിയല്ലാഹു അൻഹും. എല്ലാവരും ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരാണ്, എല്ലാവരും വലിയവരുമാണ്.
പക്ഷെ അതിൽ വെറും ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ഹാഖ് ബിൻ റാഹവയ്യാകുന്നു. അവർ പറഞ്ഞത് വകാന മിൻഹാ ത്വായിഫത്തുൻ കയ്യലത്തിൽ മആന കബിലത്തിൽ മാ എന്ന് പറഞ്ഞു കൊടുത്ത് അതിനും അർത്ഥമുണ്ട്. അതവിടെ തീർന്നു. ഇനി ഇമാം ബുഖാരി ഹദീസിൽ പറഞ്ഞ ചില വാക്കുകൾക്ക് തഫ്സീർ പറയാണ്. കാഉൻ ഇന്നമാ ഹിയ കീആനുൻ എന്നല്ല. മൂന്നാമത്തെ ഭൂമിനെ പറ്റി വിശദീകരിച്ചു കൊടുത്താണ് ആ പറഞ്ഞത്. ഇന്നമാ ഹിയ കീആനുൻ വഅസ്വാബത മിൻഹാ ത്വായിഫതൻ ഉഖ്റാ ഇന്നമാ ഹിയ കീആനുൻ ലാ തുംസികു മാഅൻ വലാ തുംബിതു കലാ എന്ന് പറഞ്ഞോടത്ത് കിയാൻ്റെ അതിൻ്റെ തഫ്സീരാണ്. ശിവത്തും കാശിഫയാണ് ലാ തുംസികു മാഅൻ വലാ തുംബിതു കലാ. ആ കിയാനിൻ്റെ വഹദാൻ കാഅ്. ആ കായിൻ്റെ മാനാണ് ഇമാം ബുഖാരി പറഞ്ഞത്. കാഉൻ കാഹ് പറഞ്ഞാൽ യഅ്ലൂഹുൽ മാഉ വെള്ളം മേലെയാകും, വെള്ളം കീപ്പെട്ടു പോകൂല. അങ്ങനെയുള്ള ഒന്ന് മഴയാണ് പെയ്ത വെള്ളം അവിടെ അതിൻ്റെ മുകൾ കൂടാണ്ട് ഒലിച്ചാണ്ട് പോവും, മേൽക്കൂടെ വെള്ളം പോണത്. അപ്പം കാഇ എന്ന പ്രയോഗം കിയാനിൻ്റെ മുഫ്രദായ കായിനെ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു കായിനെ പറഞ്ഞിട്ടുണ്ട്. ആ കായിനിക്ക് തഫ്സീറായിട്ട് പരിശുദ്ധ ഖുർആൻ കാഉൻ സഫ്സഫ എന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി ആ ഖുർആനിൻ്റെ വിശദീകരണം കൂടി പറയാണ്. യസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ കാഅൻ സഫ്സഫ. സൂറത്ത് ത്വാഹ അതിലാണ് കാഅൻ സഫ്സഫ. അപ്പോൾ കാഅ് എന്നുള്ള വാക്കിന് അർത്ഥം പറഞ്ഞപ്പോൾ അത് വാക്കിനോട് തുടർന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണ് സഫ്സഫ. അതിൻ്റെ തഫ്സീറും കൂടി പറയുന്നു. അത് ഇമാം ബുഖാരിയുടെ ശൈലിയാണ്. ബുഖാരിൻ്റെ ശൈലി അങ്ങനെ തന്നെ ആവണം. കാരണം ഖുർആനിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് അധിക ഹദീസുകളും വരുന്നത്. ചിലപ്പോൾ ചില ഹദീസിൻ്റെ വ്യാഖ്യാനമായി ഖുർആനും വരലുണ്ട്. അപ്പോൾ ഏതാണ് ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധം അതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഅൻസൽനാ ഇലൈക്കൽ ഖുർആന ലിതുബയ്യിന ലിന്നാസ്. അപ്പോൾ നബി തങ്ങൾ അത് വിശദീകരിക്കാൻ വേണ്ടി വരുന്നതാണ്. നബി തങ്ങളുടെ ഓരോരോ പ്രയോഗങ്ങളും പരിശുദ്ധ ഖുർആനിലുള്ള വാക്കുകളോട് യോജിപ്പുണ്ടാകും. അപ്പം ആ വാക്കിൽ യോജിപ്പുള്ള കാര്യങ്ങൾ വരുമ്പം ഇമാം ബുഖാരി എന്ത് ചെയ്യും? ആ വാക്കിനോട് അടുത്ത് നിൽക്കുന്ന ഖുർആനിലുള്ള വാക്കുകൾക്ക് തഫ്സീർ പറയും. കാരണം രണ്ടും ഒന്നിനേക്ക് വ്യാഖ്യാനാണല്ലോ. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഹദീസും മനസ്സിൽ വരണം, ഹദീസ് ഓതുമ്പോൾ ഖുർആനും വരണം. ആ നിലക്കാണ് സഫ്സഫ് എന്നുള്ള പ്രയോഗം വന്നത്. അപ്പോൾ ഖുർആൻ പറഞ്ഞതാണ് ആ സഫ്സഫ. സഫ്സഫ് എന്ന് പറഞ്ഞാൽ അൽ മുസ്തവി മിനൽ അർള് ഭൂമിയിൽ നിന്ന് നേരെ ഉള്ള ഭൂമി, കുണ്ടില്ലാത്ത ഭൂമി. വെള്ളം അതിൻ്റെ മോൾക്ക് പറഞ്ഞാൽ തുള്ളി വെള്ളം മോൾക്ക് ഇട്ട് വന്നിട്ട് ഒലിച്ചാട് പോകുന്ന ഭൂമി, തുള്ളി വെള്ളം കീപ്പെട്ടിറങ്ങാത്ത ഭൂമി. അതാണ് സഫ്സഫ് എന്ന വാക്കിൻ്റെ അർത്ഥം.